ഹായ് എവരി വൺ, വെൽക്കം ടു ദ അനദർ എപ്പിസോഡ് ഓഫ് മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എല്ലാവർക്കും കുറച്ച് കോൾഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ. അപ്പോൾ വിചാരിച്ചൊന്ന് രസം ഉണ്ടാക്കുക, രസം കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുവിധം കോൾഡൊക്കെ ഒന്ന് ശരിയാവുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരോ അടുക്കളയിൽ ഉള്ള വിഭവങ്ങളും ഒക്കെ ഓരോ രീതിക്കായിരിക്കുമല്ലോ. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കില്ല നിങ്ങളുണ്ടാക്കുക, നിങ്ങളുണ്ടാക്കുന്ന രീതിയിലായിരിക്കും വേറെല്ലാവരും ഉണ്ടാക്കുക. അതായത് ഓരോരോ ഇതിനും വ്യത്യാസം ഉണ്ടാകും, ഉണ്ടാക്കുന്ന രീതിക്കും ടേസ്റ്റിനും ഒക്കെ വ്യത്യാസം ഉണ്ടാകും. അപ്പം നമ്മൾ ഇങ്ങനെ എല്ലാം ഏതാണെന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കിയാലല്ലേ എങ്ങനെയുണ്ട്, നല്ലതാണോ അല്ലെങ്കിൽ അഴുക്കാണോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ പറയാം. അപ്പം ഞാൻ അധികവും നമ്മുടെ കേരളവും തമിഴ്നാടും കൂടെയുള്ള മിക്സായിട്ടുള്ള റെസിപ്പീസാണ് ഉണ്ടാക്കുന്നത്. കാരണം ഞങ്ങൾ കുറച്ച് കാലം തമിഴ്നാട്ടിൽ മധുരയിലായിരുന്നു താമസിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പം അവിടുത്തെ രുചികളും ഇവിടുത്തെ രുചികളും കൂടി മിക്സായിട്ടുള്ള ഒരു മിക്സപ്പ് അവിയലാണ് നമ്മുടെ ഇവിടുത്തെ പാചകം. പിന്നെ അവരുടെ ഒത്തിരി നല്ല റെസിപ്പീസ് ഉണ്ട്. നമ്മുടെ ഇതേപോലെ തന്നെ നമ്മുടെ പിന്നെ ട്രഡീഷണൽ റെസിപ്പി പോലെ തന്നെ അവർക്കും ഒത്തിരി ട്രഡീഷണൽ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഈ രസം. അപ്പോൾ അവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്നല്ല, നമ്മളും ഇതേപോലെ നമുക്ക് ജലദോഷമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് രസം, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം നല്ല ഓവറായി കഴിച്ച് കഴിഞ്ഞിട്ടൊന്ന് വയറൊന്ന് അമങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗ്ലാസ് രസം കഴിക്കുന്നൊക്കെ ഒരു പതിവുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു അടിപൊളി രസമാണ്. ഉണ്ടാക്കി നോക്കൂ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. 5 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രസമാണ്. ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയി കഴിഞ്ഞാൽ ഷൂ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് രസം ഉണ്ടാക്കി കഴിയും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയൂ. അപ്പോൾ നമുക്ക് രസം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കാം. അപ്പോൾ ഞാൻ വെളുത്തുള്ളിയും ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളക് ഞാൻ ഏകദേശം ഒരു 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 2 ടീസ്പൂണോളം ജീരകം ഇടുന്നുണ്ട്. പിന്നെ നമുക്കൊരു വലിയൊരു ടൊമാറ്റോ ഇടുന്നുണ്ട് ഇതിൻ്റെ കൂടെ അരയ്ക്കാൻ. പിന്നെ നമ്മൾ പുളിവെള്ളം ഉണ്ടാക്കുമ്പോൾ അതിലൊരു 1/2 പീസ് ടൊമാറ്റോ ഇടുന്നുണ്ട്. പിന്നെ 3 പച്ചമുളകും. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ട് നമുക്കിതൊന്ന് പെട്ടെന്നൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്താ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് തോന്നുന്നുള്ളൊരു അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. എനിക്ക് അധികം ആരും കമൻറ്റൊന്നും ചെയ്യാറില്ല. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുകയാണെങ്കിൽ എനിക്കൊന്ന് സന്തോഷമാവും. പിന്നെ നമുക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഞാനൊരു ചെറിയൊരു ചെറുനാരങ്ങയുടെ വലിപ്പമുള്ളൊരു സൈസ് പുളിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കതൊന്ന് പിഴിഞ്ഞെടുക്കാം നല്ലപോലെ. ഇനി നമുക്കതിൽ ഇത്രയും വെള്ളം പോരല്ലോ, അപ്പം നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനൊരു 1 കപ്പ് വെള്ളം കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ രസപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു 2 ടീസ്പൂൺ രസപ്പൊടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് തക്കാളി ഒന്ന് വെള്ളത്തിലേക്ക് തന്നെ ഇട്ടിട്ട് ഒന്ന് കൈ കൊണ്ട് നല്ല പോലെ ഞെരടി കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ തക്കാളി ഇങ്ങനെ ഞെരടി യോജിപ്പിക്കുമ്പോൾ കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയും കറിവേപ്പിലയും നിങ്ങൾ മല്ലിയില അധികം ചേർക്കണ്ട, കറിവേപ്പില നിങ്ങൾ അധികം എത്ര ചേർക്കാൻ പറ്റുമോ അത്രയും ചേർത്തോളം നല്ലതാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എൻ്റെ കുട്ടികൾ ഇതിന്നിങ്ങനെ കുടിക്കും ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ്, കാരണം പുളിയും ഉപ്പും എല്ലാം കൂടി ചേർന്നതാണല്ലോ. അപ്പോൾ നമുക്കിനി ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1/2 ടീസ്പൂണ് കടുക് ഇട്ട് പൊട്ടിക്കുക കേട്ടോ.
അതിലേക്കും ഞാൻ കുറച്ച് കറിവേപ്പില ചേർക്കും. വെള്ളത്തിലും കറിവേപ്പിലയുണ്ട്, അരയ്ക്കുന്നതിലും കറിവേപ്പിലയുണ്ട്. അപ്പോൾ കറിവേപ്പില നല്ലോണം ചേർത്തോളൂ, നല്ലതാണ്. ഇനി നമുക്ക് ക്രഷ് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളക് നമ്മൾ 3 എണ്ണം ഇട്ടിട്ടുണ്ടല്ലോ, എന്നാലും കുറച്ച് എരിവ് ഇരുന്നോട്ടെ. അപ്പം കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ എനിക്ക് എപ്പോഴും പറ്റുന്നൊരു അബദ്ധം ഇന്നും പറ്റിയിട്ടുണ്ട്. ഞാൻ അതിന് നിങ്ങളോട് സോറി പറയുകയാണ്. എനിക്ക് എപ്പോഴും ചില സമയത്ത് എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യണോണ്ട് പെട്ടെന്ന് മറന്നു പോകണതാണ് കേട്ടോ. ഞാൻ കായപ്പൊടി ഇട്ടപ്പോൾ വീഡിയോ ഓണാക്കിയില്ല, സോറി. പിന്നെ നമുക്ക് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ നല്ലതൊക്കെ മൂത്തിട്ടുണ്ടാവും. അപ്പം ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടില്ലേ പുളിവെള്ളം, അത് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നല്ല ഫുള്ള് ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കുക. പക്ഷെ തിള വരണ്ട, ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നടുഭാഗം മാത്രം ചെറുതായിട്ടൊന്ന് തിളയ്ക്കുമെന്ന് തോന്നുമ്പോഴത്തേക്കും നിർത്തിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ രസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മരുന്ന് കൂടിയാണ് കേട്ടോ അത്. നമ്മൾ കഫത്തിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആണ്. കാരണം കുരുമുളകും ജീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാ മരുന്നുകളും ചേർത്തിട്ടുള്ളൊരു സംഭവമല്ലേ. അപ്പോൾ നമ്മുടെ രസം ഇനി നമുക്കൊന്ന് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കല്യാണത്തിനൊക്കെ പോകുമ്പോഴേ സദ്യയുടെ കൂടെ രസം കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ സദ്യ കഴിച്ച് കഴിഞ്ഞ് പായസമൊക്കെ കുടിച്ച് കഴിയുമ്പോൾ പിന്നെയും രസം എക്സ്ട്രാ വാങ്ങി കുടിക്കും. എനിക്ക് അങ്ങനെ ഒരു ശീലമുണ്ട്. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, എപ്പോഴും കൂടെ ഉണ്ടാവണം. അപ്പം ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പം സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ്. അപ്പം ഞാനൊന്ന് ജനുവരി ആകുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കുക. അപ്പോൾ നമുക്ക് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ, ഹാപ്പി ആയിട്ടിരിക്കൂ, ഹെൽത്തി ആയിട്ട് ഫുഡ്സൊക്കെ കഴിക്കൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.